ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 1:10. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുവാനും ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കുവാനും ജ്ഞാനം അന്വേഷിക്കുവാനുള്ള പ്രബോധനം നൽകിയിരിക്കുന്നു. ജ്ഞാനപൂർണമായ ചിന്തകളാൽ ദൈവഭക്തിയോടെ ജീവിക്കുവാൻ മനുഷ്യരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് സദൃശവാക്യങ്ങൾ. ശരിയായ വ്യക്തികളിൽ നിന്ന് ശ്രവിക്കുന്നതിലൂടെ ഒരു വ്യക്തി വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ തെറ്റായ ആളുകളുടെ വാക്കുകൾ കേൾക്കുന്നത് അവനെ പരാജയത്തിലേക്ക് നടത്തുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ പ്രബോധനം കേൾക്കുകയും അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കാതെയും പാപിയുടെ വശീകരണത്തിൽ പെട്ടുപോകാതെയും ഇരിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നു. ദൈവഭക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ദാവീദ് പാടിയത്, ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ, അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ എന്നാണ്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത് എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് എന്ന പ്രബോധനത്തിൽ പ്രലോഭനം ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. പ്രലോഭനത്തിൽ അടിപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടതാകുന്നു. പ്രലോഭനത്തെ നിരസിച്ചതിൽ യേശു കർത്താവാണ് നമുക്ക് മാതൃക. മരുഭൂമിയിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം തുടങ്ങിയ ത്രിവിധ രീതിയിൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചു. എന്നാൽ സാത്താൻ്റെ പ്രലോഭനങ്ങളെ എതിർത്തു നിൽക്കുവാൻ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് യേശു അവയെല്ലാറ്റിനെയും നിരസിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക, ശരിയായത് ചെയ്യുവാൻ തീരുമാനിക്കുക. അതിനുവേണ്ടി ചില സൗഹൃദങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും പാപികളാൽ വശീകരിക്കപ്പെട്ട് നാശത്തിലേക്ക് പോകുവാൻ ഇടയാകാതെ ദൈവഭയത്തിൽ ജീവിക്കുവാൻ അടിയനെ സഹായിക്കണമെന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.